ഒരുപാട് പേര് നമ്മുടെ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മളിത് പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും പോരായ്മ കണ്ടെത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് അതിനുള്ള ഒരു മറുപടിയാണ് ഇവിടെ തരുന്നത്. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്കിവിടെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ഗ്രിവലൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മിസ്ലീഡിങ് ആഡ്സ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ ടി വിയിലൂടെ ആയാലും റേഡിയോയിലൂടെ ആയാലും മറ്റേത് മാധ്യമങ്ങൾ, പത്രത്തിലൂടെ ആയാലും ഏത് മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഓൺലൈൻ വഴി ആയാലും വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാം. ഈ ദാക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ നമുക്ക് കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ കൺസ്യൂമർ നോളജ് ബേസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്കാണ്. ഇത് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ആധാറിന് ക്ലിക്ക് ചെയ്ത് ആധാറിനെ കുറിച്ചുള്ള എത്ര സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ആധാർ അല്ലാതെ നമുക്ക് അഗ്രികൾച്ചർ ഇൻഷുറൻസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഇതേമാതിരി ഒരുപാട് കാര്യങ്ങൾ, മെഡിക്കൽ നെഗ്ലിജൻസ്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ്, NBFC കുറിച്ച്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ റേഷൻ കടകളെക്കുറിച്ചുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, ഷെയർ ബ്രോക്കറേജ്, ടെലികോം, അങ്ങനെ GST, ഭീം, ഭാരത് QR, അങ്ങനെ എല്ലാ NEFT, RTGS, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ എന്താ ഇതിന് സർവീസുകളുണ്ടല്ലോ. ഇത്രയും സർവീസുകളായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ഇപ്പോൾ റെയിൽവേ ആണെങ്കിൽ റെയിൽവേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചുള്ളതും, അപ്പോൾ ഇങ്ങനെ ഇതിനകത്തുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു നോളജ്, നമുക്ക് ആസ് എ കൺസ്യൂമർ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ റെയിൽവേയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്താണ് ഈ ടിക്കറ്റ്, വാട്ട് ഈസ് ഈ ടിക്കറ്റ് ഇൻ റെയിൽവേസ്, എന്താണ് PNR, ഹൗ ക്യാൻ ഐ പ്രിൻറ്റ് മൈ ട്രെയിൻ ടിക്കറ്റ്, എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കൺസ്യൂമറിന് അറിയേണ്ട 17ഓളം ക്വസ്റ്റ്യനുകളുടെ ഉത്തരവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഞാൻ കണ്ടിരുന്നു ഇതിനകത്ത് തന്നെ. അപ്പം സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഓക്കെ, സ്കൂൾ എഡ്യൂക്കേഷൻ വാട്ട് ഈസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഐ ആം ലുക്കിംഗ് ഫോർ എ സ്കൂൾ പ്ലേസ് ഫോർ മൈ ചൈൽഡ്, വാട്ട് ഷുഡ് ഐ ഡു, ആം ഐ ഗ്യാരണ്ടീഡ് ഫോർ എ സ്കൂൾ ഓഫ് മൈ ചോയ്സ്, വാട്ട് ഫോംസ് ഐ നീഡ് ടു കംപ്ലീറ്റ്. അപ്പോൾ ഇത് സ്കൂളുമായിട്ട് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അപ്പം ഒരു കൺസ്യൂമർ അറിയേണ്ടിട്ടുള്ള ഏകദേശം ഒരു ജനറൽ ഇൻഫർമേഷൻ നമുക്ക് എന്താ കൺസ്യൂമർ നോളജ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് കാണാൻ പറ്റും. നമുക്കിവിടെ വേണ്ടത് ആദ്യത്തെ ലിങ്കാണ് ഗ്രിവറൻസ് രജിസ്ട്രേഷൻ ഫോം. ആ രജിസ്ട്രേഷൻ ഫോം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് പരാതിയാണെന്നുള്ളത് ആദ്യം നോക്കുക. പരാതിയാണോ അതോ നമ്മുടെ ചോദ്യമാണോ? അപ്പോൾ പരാതിയാണ്, കംപ്ലയിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്താണ്, ഗുഡ്സ് ആണോ സർവീസ് ആണോ? അപ്പോൾ നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പെട്രോളിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊടുക്കുക, അതുകൊണ്ട് പെട്രോളിൻ്റെ അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത്, നമ്മൾ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ കേരളം സെലക്ട് ചെയ്യുന്നു. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഏത് ജില്ലയിൽ സിറ്റിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളത്. നമ്മൾ പർച്ചേസ് ചെയ്തത് ഇപ്പം നമ്മൾ കൊല്ലമാണെങ്കിൽ നമ്മൾ കൊല്ലം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രി ഏതാണ്, ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നമുക്കിപ്പം പറയില്ല ഏത് മേഖലയെക്കുറിച്ചാണ് പരാതി. നമുക്കിപ്പോൾ പെട്രോളിയം എന്നാണല്ലോ, അപ്പോൾ പെട്രോളിയം നമ്മൾ സെലക്ട് ചെയ്യുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്, പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടല്ലേ. നമുക്ക് ടെലികോം, ട്രാവൽ, ടൂറിസം, വാട്ടർ സപ്ലൈ, NBFC, മ്യൂച്വൽ ഫണ്ട്, ലീഗൽ, ഹയർ എഡ്യൂക്കേഷൻ, ജനറൽ ഇൻഷുറൻസ്, ജനറൽ എൻക്വയറി, ഫുഡ്, FMCG, ഡയറക്റ്റ് കോസ്മെറ്റിക്, ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് നമുക്ക് പരാതി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ബ്രോഡ്ബാൻഡിനെ കുറിച്ച്, ബാങ്കിങ്ങിനെ കുറിച്ച്, എയർലൈൻസിനെ കുറിച്ച്, അഗ്രികൾച്ചർ, ഏജൻസി സർവീസ്, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ വിവിധ തരം എന്തൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിലെല്ലാം നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആസ് എ കൺസ്യൂമർ നമ്മുടെ റൈറ്റ്സ് അപഹരിക്കപ്പെട്ടു നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് പെട്രോൾ ആണ്. അത് പെട്രോളിയത്തിലൂടെ നമ്മൾ സെലക്ട് ചെയ്തു. ഇൻഡസ്ട്രി കാറ്റഗറിയിൽ നമ്മൾ എന്താണ്, LPG, CNG, മിസ്ലീഡിംഗ് പെട്രോൾ പമ്പ്സ്. അപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ തട്ടിപ്പുകൾ, അതായത് പെട്രോൾ പമ്പിൽ ഗുണനിലവാരമില്ലാത്ത പെട്രോൾ നൽകുന്നു എന്നുള്ളതാണ് എങ്കിൽ സപ്പോസ്, അത് മാത്രമല്ല കുറേ വേറെയും കാര്യങ്ങളിൽ നമുക്ക് പരാതി കൊടുക്കാം. നമുക്ക് കാണാം അവിടെ പെട്രോൾ പമ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുന്നു. ഭാരത് പെട്രോളിയം ആണോ, HPCL ആണോ, IOC. നമ്മൾ ചുമ്മാ ഇപ്പോൾ ഭാരത് പെട്രോളിയം സെലക്ട് ചെയ്യുന്നു. നമ്മൾ നേച്ചർ ഓഫ് കംപ്ലയിൻറ്റ്, ഗ്രീവൻസ് എന്ത് ടൈപ്പാണ്, ഇത് ബേസിക് അമ്യൂണിറ്റീസ് നോട്ട് പ്രൊവൈഡ് അല്ലേ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പെട്രോൾ പമ്പിൽ നമുക്ക് പെട്രോൾ അടിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിയമപരമായിട്ട്, ആ പെട്രോൾ പമ്പ് നടത്തുന്നത് നിയമപരമായിട്ടുള്ള അവരുടെ ബാധ്യതയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് എയർ തരണം എന്നുള്ളതുണ്ട്. വണ്ടിയുടെ കാറ്റടിക്കാനുള്ള സംവിധാനം ഫ്രീ ആയിട്ട് ചെയ്തു തരണമെന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വാട്ടർ തരണം, കുടിവെള്ളം അവിടെ ലഭ്യമാക്കണമെന്നുണ്ട്. പിന്നെ അതായത് വാഷ്റൂം, മൂത്രപ്പുര അവിടെ നിർബന്ധമായിട്ടും എല്ലാ പെട്രോൾ പമ്പിലും ഉണ്ടാവണം. അത് ഫ്രീ ആണ്, അതിനുവേണ്ടി ചാർജ് വാങ്ങാൻ പാടില്ല. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലീനായിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളതുണ്ട്. അങ്ങനെ ഈ സർവീസുകൾ ഇത് നീറ്റ് ആൻഡ് വാടെടുക്കുന്നത്, കഴിവാത്തതും തുടയ്ക്കാത്തോളം അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പം വാഷ്റൂം ഉണ്ടാവണം, നല്ല കുടിവെള്ളം കിട്ടണം, വണ്ടിക്കുള്ള കാറ്റടിക്കാനുള്ള ഇത് മൂന്നും നമുക്ക് ഫ്രീ ആയിട്ട് തരണം. പിന്നെ ഇത് കൂടാതെ അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് വെച്ചാൽ അത്യാവശ്യം മരുന്നുകൾ, മുറിവിനും ചതവിനൊക്കെ പറ്റുന്ന മരുന്നുകൾ ഉണ്ടാവണം.
പിന്നെ അത് കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ടാവണം, ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ടാവണം അവിടെ. പിന്നെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്, പെട്ടെന്ന് തീ പിടിച്ച് കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള സംവിധാനത്തിന് മണലും വെള്ളവും, പിന്നെ അത് ഈ ഫയർ ഇതുണ്ടല്ലോ തീ അണയ്ക്കുന്ന യന്ത്രങ്ങൾ, സാധനങ്ങൾ, അതൊക്കെ അത്യാവശ്യമുള്ള സാധനം ഉണ്ടാവണം അവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. ഇതില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ബേസിക് അമ്യൂണിറ്റീസ് ആണ് അവിടെ ഉണ്ടാവേണ്ട അമ്യൂണിറ്റീസ് ആണ്. അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ എയർ, വാട്ടർ, വാഷ്റൂമാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കംപ്ലയിൻറ്റ് ബോക്സൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കേസിൽ നമ്മൾ പെട്രോളിയത്തിൽ അഡൾട്രേഷൻ, അതായത് പെട്രോളിയത്തിൽ മായം ചേർക്കൽ, അല്ലെങ്കിൽ പെട്രോളിൽ മോശമായ പെട്രോൾ തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ പെട്രോൾ, ഇപ്പോൾ ഓവർ ചാർജിങ്, പെട്രോളിന് പൈസ അധികം മേടിച്ചാൽ നമുക്ക് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ഈ ആപ്പിലൂടെ വഴി. പെട്രോൾ അഡൾട്രേഷൻ വഴി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളിവിടെ എഴുതുന്നു. ഇതെഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മിനിസ്ട്രി എവിടെയാണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഇതിന് നിയമ നടപടി എടുക്കേണ്ടത് അവരിലേക്ക് ഈ പരാതി ചെല്ലുന്നു ഡയറക്റ്റായിട്ട്. ഇനി ഡോക്യുമെൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വാങ്ങിയ ബില്ലാണെങ്കിൽ അത് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പരാതി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൃത്യമായ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയും അവിടുന്ന് അതിൻ്റെ വേണ്ടപ്പെട്ട നടപടികൾ തുടങ്ങുകയും ചെയ്യും. നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതിലൂടെ. അപ്പോൾ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരുപാട് പേർക്ക് ഈ ആപ്ലിക്കേഷൻ അറിയത്തില്ല. അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ അല്ലാതെ വേറെയും കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. പലരും നമുക്ക് ഇപ്പം ട്രെയിനിൽ പോകുമ്പം തന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ട്രെയിനിൽ നമ്മൾ ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്ത് ആൾക്കാർ ഓടിയെത്തും. ഈ പരാതി പരിഹരിച്ചു സാർ, ഇതൊന്ന് എനിക്കൊരു ഫോൺ വരും ഇതിൻ്റെ ആരാണോ ഇതിൻ്റെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഞങ്ങൾ ഇങ്ങനൊരു പരാതി താങ്കളുടെ വന്നിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിക്കും. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞാൽ വീണ്ടും ആ ആൾ നമ്മുടെ തോടി വെത്തും, സാറ് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, ആ ടോയ്ലറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ആസ് എ കൺസ്യൂമർ അവൈലബിൾ ആണ്. നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് ഇവിടെയും ഇതുവഴിയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ആ ട്രെയിനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ ഞാൻ പറയില്ല, റെയിൽ മദത്ത് എന്നുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ റെയിൽ മദത്തിൽ കയറി നമ്മൾ ഈ റെയിൽ മദത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് PNR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ട്രെയിനിൽ, നമുക്ക് സ്റ്റേഷനിനെ കുറിച്ച്. അപ്പോൾ അതാണ് ജസ്റ്റ് ഇത് ഞാൻ പറയുകയെന്നേ ഉള്ളൂ. ഇത് ഇപ്പം നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാലും ഇങ്ങനത്തുള്ള സംവിധാനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളത് മനസ്സിലാവും. മൊബൈൽ നമ്പർ കൊടുത്തു, PNR കൊടുത്തു, ടൈപ്പ് ഓഫ് കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻനെസ്, നമ്മുടെ കോച്ചിൻ്റെ ക്ലീൻനെസ് ആണ്, മൂത്രപ്പുരയിൽ വെള്ളം വരുന്നില്ല അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടില്ല, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കംപ്ലയിൻറ്റ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഈ ഒരു വെബ്സൈറ്റ് വഴി, റെയിൽ മദത്ത് എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ 139 എന്ന നമ്പറിൽ വിളിച്ച് നമുക്ക് ഈ പരാതി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതും അതേമാതിരി ഒരെണ്ണമാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ. വിവിധ തരം കംപ്ലയിൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ നേരത്തെ കാണിച്ചു എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഇൻഡസ്ട്രിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ഇൻഡസ്ട്രിയാണ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കാണിച്ചു. അപ്പം ഈ ആപ്ലിക്കേഷൻ പരമാവധി ഉപയോഗിച്ച് നമുക്ക് അത്തരം എന്തെങ്കിലും ഈ സംഭവങ്ങൾ കണ്ടെത്തുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരാതിപ്പെടാൻ പറ്റും.